പ്രവിത്താനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് പ്രവിത്താനം യൂണിറ്റ് നടത്തുന്ന മെഗാ സർവേക്ക് തുടക്കമായി. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സർവേയുടെ ചോദ്യാവലി പൂരിപ്പിച്ച പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പ്രവിത്താനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് ഡിജിറ്റൽ ഇടപെടലുകളെക്കുറിച്ച് നടത്തുന്ന സർവേക്ക് തുടക്കമായി. സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സർവേയുടെ ചോദ്യാവലി പൂരിപ്പിച്ച് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഡിജിറ്റൽ ഉപയോഗത്തിന്റെ ആധുനിക കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന ഈ സർവേക്ക് ഏറെ പ്രസക്തിയുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെ ശരിയും തെറ്റും തിരിച്ചറിയാൻ ഇത്തരം പഠനങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ രംഗത്തെ വിദ്യാർത്ഥികളുടെ ഒരു IT രംഗത്തെ കൂട്ടായ്മയാണ് ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ്. ഇത് സംസ്ഥാനത്തൊട്ടാകെ എല്ലാ വിദ്യാലയങ്ങളിലും കുട്ടികളിലെ ഇത്തരം ബോധ്യാവസ്ഥ വളർത്തിയെടുക്കാൻ കഴിയത്തക്ക വിധത്തിൽ അവരെ പ്രാപ്തരാക്കാൻ ഇവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധ്യമാകുന്നുണ്ട്. ഇവരിപ്പോൾ തന്ന ക്വസ്റ്റ്യനെയർ ഞാൻ ശ്രദ്ധിച്ചു. ഇന്ന് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഡിജിറ്റൽ സംവിധാനങ്ങൾ, ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് എങ്ങനെയായിരിക്കും നമ്മുടെ സമൂഹത്തിൻ്റെ വിലയിരുത്തൽ എന്നുള്ള ഒരു സർവേയാണ് സെൻറ്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ ലക്ഷ്യവും എൻ്റെ സമീപനവും ഞാനിതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സുരക്ഷിതത്വവും എന്നാൽ ഏറെ ആശങ്കാജനകവും വളരെ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള രംഗമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ നമ്മുടെ സമയത്തെ ചെലവഴിക്കുന്ന കാര്യത്തിൽ, നമുക്ക് വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ ശേഖരിക്കുന്ന കാര്യത്തിൽ ഈ മേഖലയിൽ നമുക്ക് എടുക്കാനും എഴുതാനും തള്ളാനും ഒക്കെ സാധിക്കത്തക്ക വിധത്തിലുള്ള സമ്മിശ്രമായ വികാരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. ഇന്ന് വാർത്തകളുടെ രംഗത്ത്, അതോടൊപ്പം സാമൂഹിക രംഗത്ത് അല്ലെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന വാർത്തകൾ ചിലപ്പോൾ നമുക്ക് ലക്ഷ്യബോധം അത് സ്ഥിരീകരിക്കാൻ സാധിക്കാത്ത സ്ഥിതി വരും. ഭീതിജനകമായ വാർത്തകൾ രൂപപ്പെടും. അപ്പോൾ അത്ര ഭീതി ജനിപ്പിക്കുക എന്നുള്ളതല്ല, എന്നാൽ അത്തരം കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സദ്ദേശപരമായ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുമായിട്ടുണ്ട്. എന്നാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള മാറ്റങ്ങൾ നമ്മൾ ഇന്ന് അതിന് വളരെയേറെ സാന്നിധ്യം തെളിയിക്കത്തക്ക വിധത്തിൽ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് പോകുന്നൊരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. IT രംഗത്ത് വലിയ മികവ് പുലർത്തുന്നു. പ്രാഥമിക വിദ്യാഭ്യാസ രംഗം പോലെ ഹയർ എഡ്യൂക്കേഷന് വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. അങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ പ്രാഥമിക നടപടികൾ എന്ന നിലയിൽ പോലും തുടക്കം മുതൽ അറിഞ്ഞിരിക്കേണ്ട IT ഇൻഫർമേഷൻസ് ക്ലിയറായി നിരീക്ഷിക്കുവാനും പഠിക്കുവാനും നിങ്ങൾക്ക് പ്രാപ്തരാകാൻ കഴിയുന്ന ഒരു മേഖലയായി ഇതിനെ മാറ്റിയെടുക്കുന്നു എന്നുള്ളതിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിൻ്റെ പ്രവർത്തനം ഏറെ ശ്ലാഘനീയമാണ്. എല്ലാവിധ ആശംസകളും നേരട്ടെ. നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ തുടർന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് നൂതനമായ മാർഗങ്ങൾ വെട്ടിത്തുറക്കാൻ, കാലോചിതമായ മാറ്റങ്ങൾക്ക് അനുസൃതമായ വിദ്യാഭ്യാസ പുരോഗതിയെ കുട്ടികളുടെ മുമ്പിൽ എത്തിക്കാൻ, അത് സാമൂഹ്യ മധ്യത്തിൽ കൊണ്ടുവരാനും സമൂഹവുമായി ഇടപെടുവാനും അവരുടെ നിലപാടുകളും അവരുടെ യാഥാർത്ഥ്യങ്ങളും തിരിച്ചറിയുവാനും വളരുന്ന പ്രായത്തിൽ കുട്ടികൾക്ക് ലഭിക്കുന്ന നല്ലൊരു ഇൻഫർമേഷനാണ് നിങ്ങളുടെ ഈ സർവേ. എല്ലാവിധമായ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഭരണങ്ങാനം, കരൂർ ഗ്രാമപഞ്ചായത്തുകളിൽ വസിക്കുന്ന 1000-ഓളം വ്യക്തികളിൽ നിന്നാണ് പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കി കുട്ടികൾ വിവരങ്ങൾ ശേഖരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഏറ്റവും വലിയ IT കൂട്ടായ്മയായ ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സർവേ സംസ്ഥാനത്ത് നടക്കുന്നത്. ശേഖരിക്കുന്ന വിവരങ്ങൾ ജോലി, പ്രായം, ജെൻഡർ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ച് പ്രത്യേകം വിശകലനം ചെയ്ത് ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കി അധികാരികൾക്ക് സമർപ്പിക്കാനാണ് വിദ്യാർത്ഥികൾ ഉദ്ദേശിക്കുന്നത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗം വ്യക്തിയുടെ മാനസിക ശാരീരിക മേഖലകളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, കുടുംബ സാമൂഹിക ബന്ധങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനം, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഭാവി മുതലായ മേഖലകളെ അടിസ്ഥാനമാക്കിയാണ് ചോദ്യാവലി തയ്യാറാക്കിയിരിക്കുന്നത്. പ്രവിത്താനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെ സാമൂഹിക പ്രതിബദ്ധത വിളിച്ചോതുന്ന ഈ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആനന്ദ് ചെറുവള്ളി, മീനച്ചിൽ താലൂക്ക് AD ബാങ്ക് പ്രസിഡന്റ് ഔസേപ്പച്ചൻ വാളിപ്ലാക്കൽ, ഹെഡ്മാസ്റ്റർ അജി VJ,
ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകരായ ജിനു ജെ വല്ലനാട്ട്, വിദ്യ KS, ക്ലബ്ബ് ലീഡേഴ്സ് എന്നിവർ പങ്കെടുത്തു. i4U ന്യൂസ്, പാലാ.